എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നേ. അന്നേരം ഞാൻ കുറച്ച് സേമിയ പായസം വെക്കുക കേട്ടോ. ഓണത്തിന് മേടിച്ച സേമിയ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സേമിയ പായസം വെച്ചേക്കാമെന്ന് വെച്ചേ. ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമല്ലേ, അപ്പോൾ കുറച്ച് മധുരമൊക്കെ ആകട്ടെന്ന് വെച്ചേ. ഇനി ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പായസമൊക്കെ വന്നിട്ടേ കുടിക്കത്തുള്ളേ. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര പോകുന്നുണ്ട്. ആ കൂടെ അപ്പോൾ അച്ചുവിനും രാധയായിട്ട് പോകണമെന്നും പറഞ്ഞ് നിർബന്ധമായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ ഒരുക്കാൻ പോവാട്ടോ രാധയായിട്ട്. തലമുടി ഇതുപോലെ ബണ്ണൊക്കെ കെട്ടി വെച്ചിട്ട് ഒരു ചെറിയ തിരുപ്പം മേടിച്ചായിരുന്നു, നീളത്തി മുടി പിന്നിയിട്ടത്. അതുകൂടെ വെച്ച് വെക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ബണ്ണ് ഇവിടെ മൂത്ത ആളുടെ തിരുവാതിരയ്ക്ക് മേടിച്ച തിരുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമുക്ക് ആ എക്സ്ട്രാ കിടക്കുന്ന മുടി ഇതുപോലെ പിടിച്ച് ചെറിയ ഹെയർ പിൻ വെച്ച് കുത്തി കൊടുത്താൽ മതിയേ. അപ്പോൾ അതവിടെ അനങ്ങാതിരുന്നോളും, പോകത്തൊന്നുമില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ടാണ് ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. ഇനി ഈ തിരുപ്പൻ ഇതുപോലെ ഒരു ചരട് വെച്ച് ഈ ബണ്ണ് കെട്ടിയതിൻ്റെ അടിയിലായിട്ട് നമ്മളിങ്ങനെ കെട്ടി വെക്കുവേ. അതേ കൂട്ടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇവിടെ ഒരു ഇച്ചിരി പൂ വെച്ച് കൊടുത്ത്, പിന്നെ ഈ പിന്നിയതിൻ്റെ അടിയിലും കുറച്ച് ആർട്ടിഫിഷ്യൽ പൂ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മാല ഇട്ട് കൊടുത്ത്, ഒരു മുത്തുമാല ഉണ്ട്, അത് ഗോൾഡൻ കളറിലുള്ള ഒരു മുത്തുമാല, പിന്നെ ഈ ഇളക്കത്താലി പോലെ അതും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മുഖമൊക്കെ ഒരുക്കുന്നത് മൂത്ത മുള കേട്ടോ. അന്നേരം ആദ്യം കുറച്ച് മോയ്സ്ചറൈസറൊക്കെ തേച്ച് കൊടുത്ത്, പിന്നെ ഇതുപോലെ കുറച്ച് ഫൗണ്ടേഷൻ കൂടുതൽ തേച്ച് കൊടുക്കണേ. നമ്മൾ കുറേ ദൂരമൊക്കെ നടക്കാനുള്ളതല്ലേ, അല്ലെ കുറച്ചാണ് തേക്കുന്നതെങ്കിൽ പെട്ടെന്ന് ആ കളറൊക്കെ അങ്ങ് പോവേ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അങ്ങ് തേച്ച് കൊടുക്കണേ. എന്നിട്ട് അത് മുഖത്ത് മുഴുവനാക്കിയിട്ട് പിന്നെ സാധാരണ നമ്മുടെ പൗഡറില്ലേ, സാൻഡലിൻ്റെ പൗഡറാണ് കേട്ടോ. സാൻഡൽ, അതിൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറുണ്ടല്ലോ, അപ്പോൾ ആ പൗഡറാണ് പിന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ പൗഡറെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ പുരിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തേ. പിന്നെ കുറച്ച് ലിപ് ബാം ഇട്ടേ. പിന്നെ ഇതുപോലെ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ഐ ഷാഡോ ഒക്കെ ഇട്ട് പിന്നെ കണ്ണുമൊക്കെ എഴുതി അച്ചു ആണെങ്കിൽ കണ്ണ് ആരെ കൊണ്ടും എഴുതിപ്പിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഓരോ ഡയറക്ഷനൊക്കെ കൊടുക്കും, അങ്ങനെ എഴുതിയാൽ മതി, ഇങ്ങനെ എഴുതിയാൽ മതി എന്നൊക്കെ. ഞാൻ പറഞ്ഞത് ഈ കണ്ണിൻ്റെ ഈ നടുക്ക് ഭാഗത്ത് ഇച്ചിരി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വളച്ചിങ്ങനെ എഴുതണമെന്നാണ്. പക്ഷേ ഈ കൊച്ചിന് അങ്ങനെ എഴുതുന്ന ഇഷ്ടമല്ല, അതിനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതേ പൊട്ടുമൊക്കെ തൊട്ട് കണ്ണുമൊക്കെ എഴുതി. ഇനി പുരികത്തിൻ്റെ മേളിൽ ഇങ്ങനെ വെള്ള കളറിലുള്ള ഡോട്ട് എടുത്തില്ലേ, അതിന് പകരം നമ്മുടെ ഈ മഴത്തുള്ളി പോലത്തെ ചെറിയ സ്റ്റിക്കറില്ലേ, തിളക്കമുള്ള, അതാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഭയങ്കര പാടായിരുന്നു. അതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യാൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ചെറുതായിരുന്നുകൊണ്ട് ഒട്ടിച്ചെടുക്കാൻ എത്ര നേരം കൊണ്ടാണെന്നോ.
അപ്പോൾ അങ്ങനെ ഏകദേശം ഒരുക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം പോകാനുള്ള സമയമൊക്കെ ആകാറായി. എനിക്കും പെട്ടെന്ന് റെഡിയാകണം. പിന്നെ 4 മണിക്കാണ് അവിടുന്ന് ഘോഷയാത്ര തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 4 മണിക്കാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് നിന്നിട്ട് 4:30 4:45 ആയി ഇറങ്ങിയപ്പോൾ. ഇപ്രാവശ്യം അതുപോലെ ആകാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. പട്ടുപാവാടയും ബ്ലൗസും ഇട്ടിട്ട് ഒരു ഷാളൊക്കെ വെച്ച് ഹാഫ് സാരി പോലെ ആയിരുന്നു എടുത്തത് കേട്ടോ. പിന്നെ ഞങ്ങളിതേ ആ ഘോഷയാത്ര പുറപ്പെടുന്നിടത്ത് ചെന്ന് നിന്നേ. ഇപ്പോൾ ഇറങ്ങാറൊക്കെ ആയി. പിള്ളേരെയൊക്കെ റെഡിയാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുക. രാധമാരും കൃഷ്ണന്മാരും അമ്മമാരൊക്കെ സെറ്റൊക്കെ എടുത്തോണ്ടായിരുന്നേ. അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് കുറേ പിള്ളേരുടെ ഡാൻസൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ പാട്ട് ഇതിൽ കൂടെ കേൾപ്പിക്കാൻ പറ്റത്തില്ലേ, നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ അങ്ങനെ ഒരു വീഡിയോ മ്യൂട്ടായി പോയി കേട്ടോ കുറേ ഭാഗം. ഇത് പിന്നെ ഞങ്ങൾ കുറേ ദൂരമൊക്കെ ഇങ്ങനെ നടന്ന് അവിടെ ഒരു ജംഗ്ഷൻ, ഇവിടെ എല്ലായിടത്തു നിന്നുള്ള ഇത് വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലം കേട്ടോ, പരുത്തുംപാറ എന്ന് പറയും. ഇടയ്ക്കൊരു സ്ഥലത്തു നിന്ന് പായസമൊക്കെ കിട്ടിയായിരുന്നേ എല്ലാവർക്കും. പിന്നെ ഇവിടെ ആയപ്പോഴത്തേക്കിന് പിള്ളേർക്ക് കുടിക്കാൻ വെള്ളവും അതുപോലെ ബിസ്ക്കറ്റ് കഴിക്കാൻ ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെയിലൊക്കെ ആറിക്കഴിഞ്ഞായതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. കുറച്ചേറെ ദൂരം നടക്കാനുണ്ട്. ഇത് ഞങ്ങളുടെ കൊച്ചാട്ടോ, ഞങ്ങളുടെ അനിയൻ്റെ ട്വിൻസിലൊരാളാണ്, മോളത്. ഇനി ഒരു മോനൂടുണ്ടേ. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൃഷ്ണനായിട്ടൊക്കെ ഒരുക്കിക്കൊണ്ടാണ് പോയത് കേട്ടോ. 7 മാസം ആയതേ ഉള്ളൂ. ചോറൂണൊക്കെ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരുക്കിക്കൊണ്ട് പോയി. മൂത്ത ഒരാളൂടുണ്ടേ, അതും ഈ കൂടെ കൃഷ്ണനായിട്ട് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ അവിടുന്ന് വന്നല്ല കേട്ടോ, ഇത് വേറെ ഒരു ഗ്രൂപ്പിൻ്റെയാണ്. ഇത് നമ്മുടെ അവിടുന്ന് വന്നതിൻ്റെ ഇവിടെയും വന്നൊന്ന് ഡാൻസൊക്കെ കളിച്ചായിരുന്നേ. കുറച്ച് സമയത്തേക്ക് ഇതുവഴി ബസ്സൊന്നും കടത്തി വിടത്തില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരിക്കും ഈ ഒരു ഭാഗത്ത്, എല്ലാ വശത്തു നിന്നും വരുന്നതായതുകൊണ്ടേ. അപ്പോൾ അതെങ്ങനെ ഘോഷയാത്ര അമ്പലത്തിൽ ചെന്ന് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.